ഹലോ, എൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ എടുത്തിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. ഈ വീഡിയോ കുറച്ചുകൂടെ നേരത്തെ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പല പല കാരണങ്ങൾ കൊണ്ട് പറ്റിയില്ല. പിന്നെ ഇതിനിടയ്ക്ക് ഉണ്ടായൊരു കാര്യം, ഞാൻ റിമോട്ട് ജോബ്സിൻ്റെ ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോയ്ക്കുള്ള ഒരു റീസണേ അതാണ്. ഒരു പ്രോജക്റ്റിലേക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോൾ ഇൻട്രൊഡക്ഷൻ വീഡിയോ വേണമെന്ന് കണ്ടു. അപ്പോൾ അതിനൊരു ധൈര്യം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ വീഡിയോ ഞാൻ എടുക്കുന്നത്. അത് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യം തോന്നിയത് ഡിലീറ്റ് ചെയ്യാനാണ്. ചമ്മലായിരുന്നു എനിക്ക്. പക്ഷേ ആ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടിയ റെസ്പോൺസ് വളരെ നല്ലതായിരുന്നു. എൻ്റെ ചെറുപ്പം തൊട്ട് അറിയാവുന്ന ആൾക്കാർ മുതൽ ഈ റീസെൻ്റായിട്ട് ഞാൻ പരിചയപ്പെട്ടവർ വരെ എനിക്കതിൽ നല്ല സപ്പോർട്ട് തന്നു. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് അത് സ്റ്റോറി ഇട്ടിട്ട് കുറച്ച് നാളായിട്ട് കോൺടാക്റ്റ് ഒന്നും ഇല്ലാതിരുന്ന ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചു. അങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ നടന്നൊരു വീഡിയോ ആണത്. എൻ്റെ ചമ്മൽ കാരണം ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വലിയ നഷ്ടം ഉണ്ടായേനെ. ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത്, ഞാനൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ചെറിയൊരു കോഴ്സാണ് ആന്ത്രോപിക്കിൻ്റെ ക്ലൗഡ് കോഡ് ഇൻ ആക്ഷൻ. ഞാനൊരു 3 ദിവസമായിട്ടാണ് ആ കോഴ്സ് ചെയ്തത്. അതിന് എനിക്കുണ്ടായിരുന്നൊരു ടൈം ലിമിറ്റേഷൻ കാരണമാണ് എനിക്ക് അത്രയും ദിവസം എടുത്തത്. കണ്ടിന്യൂസ് 3 ദിവസം അല്ല, കിട്ടുന്ന സമയത്താണ് ഞാൻ ആ കോഴ്സ് ചെയ്തത്. ഈ വീഡിയോയിൽ ഞാൻ എന്താ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, അത് വെച്ചിട്ട് ഞാനൊരു ആപ്ലിക്കേഷൻ ചെയ്തു. ചെറിയൊരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഞാൻ ആദ്യം കാണിക്കാം. കാരണം എന്നെ കഴിഞ്ഞ വീഡിയോയിൽ നോൺ ടെക്നിക്കലായിട്ടുള്ള ആൾക്കാരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ എന്താ ഞാൻ ചെയ്തതെന്ന് അവർക്കൂടെ കാണാമല്ലോ. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കാരണം പിന്നെ കാണിക്കുന്ന കുറച്ച് കോഡിംഗ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും. ഈ കോഴ്സിനെ പറ്റി ഞാൻ അവസാനം പറയാം. ഇത് യൂസർ പ്രൊഫൈൽസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത ആംഗുലാർ ആപ്ലിക്കേഷൻ്റെ ഒരു പേജാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാൻ ഒരു അരമണിക്കൂറിൽ താഴെ എനിക്ക് സമയം എടുത്തിട്ടുള്ളൂ. മുമ്പായിരുന്നെങ്കിൽ ഇതൊരു അരമണിക്കൂറിൽ ചെയ്യാൻ എനിക്ക് എന്തായാലും പറ്റില്ലായിരുന്നു. ഇനി ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ആദ്യം ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യണം. ഞാൻ ആ കോഴ്സിൻ്റെ പാർട്ടായിട്ടാണ് ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്തത്. അടുത്തത് ക്ലൗഡ് കമാൻഡ് കൊടുക്കണം. ഇതാ വർക്കിംഗ് ഡയറക്ടറിയിൽ ക്ലൗഡിന് ആക്സസ് കൊടുക്കാനാണ്. കോഴ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിറ്റ് കമാൻഡ് കൊടുത്ത് കോഡ് ബേസ് സ്കാൻ ചെയ്യുന്ന പ്രോസസ്സാണ്. ഇവിടെ കോഡ് ബേസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ പ്രോസസ്സ് സ്കിപ്പ് ചെയ്യുന്നു. ഇനിറ്റ് കമാൻഡ് കൊടുക്കുമ്പോൾ ആ കോഡ് ബേസ് സ്കാൻ ആവും. എന്നിട്ട് cloud.md ഫയൽ ജനറേറ്റ് ആവും, mark.file. ഈ ഫയൽ എല്ലാ റിക്വസ്റ്റിൻ്റെ കൂടെയും ഇൻക്ലൂഡ് ആവും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചെയ്ത ആപ്ലിക്കേഷനിൽ എന്താ ചെയ്തതെന്ന് നോക്കാം. ഞാനൊരു പ്രോംപ്റ്റ് കൊടുത്തു, ആംഗുലാർ ആപ്ലിക്കേഷൻ സ്ട്രിക്റ്റ് മോഡിൽ വേർഷൻ കൊടുത്തു. ഇതിൻ്റെ കമ്പോണൻസും മോഡൽസും സർവീസസും ജനറേറ്റ് ചെയ്യാനുള്ളൊരു പ്രോംപ്റ്റാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് ജനറേറ്റ് ആയി. പക്ഷേ ആംഗുലാർ സ്ട്രക്ചർ കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് ഞാൻ അടുത്ത പ്രോംപ്റ്റ് കൊടുത്തു, ആംഗുലാർ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊരു പ്രോംപ്റ്റ് കൊടുത്തു. അടുത്തത് ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ളൊരു കമാൻഡാണ് കൊടുത്തത്. നമുക്കത് പ്രോംപ്റ്റ് വഴിയും കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ബാക്ക് ആൻഡ് സർവീസസ് ഒന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തത് കൊണ്ട് എറർ ഉണ്ടായി. അപ്പോൾ ഞാൻ ഡമ്മി ഡേറ്റ